പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് കളിക്കുന്നത് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ. ഇവിടെ നിൽക്കുന്ന ഇവനെ സാധാരണ ആളല്ല, മര്യാദയ്ക്ക് പറഞ്ഞു എവിടെയാണ് എൻ്റെ ഫോർച്യൂണത്, അത് സോറി ഫോർച്യൂണത്. അയ്യോ എനിക്ക് അറിഞ്ഞൂടാ, സത്യത്തെ അറിഞ്ഞൂടാ. ഞാനല്ല ഇതൊക്കെ ചെയ്തത്, എന്നെ ഇതിൽ ചെയ്യിപ്പിച്ചാണ്. ഇത് കളിത്തോക്കൊന്നുമല്ല. കണ്ട നല്ല റിയൽ തോക്കാണ്. എൻ്റെ കയ്യിൽ എല്ലാം ടൈപ്പ് തോക്കുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞു ഇത് എന്തുവാന്ന്. അയ്യോ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പറയാം. ഇത് മറ്റേ വില്ലേജിലാണ്. വില്ലേജോ? നീ ചിലപ്പോൾ പണി ഉണ്ടാക്കി നോക്കും. എൻ്റെ നിന്നെ തീർക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. സോറി മോനെ. അയ്യോ തീർക്കല്ലേ. അയ്യോ പോലീസ് സ്റ്റേഷൻ ആയില്ല, കുഴപ്പമില്ല, നമുക്ക് വേഗം തന്നെ പോകണം ഫ്രണ്ട്സ്. കാരണം എൻ്റെ ഫോർച്യൂണർ നമ്മുടെ വില്ലേജിലാണ്. സോ നമുക്ക് വേഗം പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയിട്ടുണ്ട്. എന്നാലും പോലീസുകാരുണ്ടല്ലോ ഡേ. ഇതാണ് എൻ്റെ വെഹിക്കിൾ കളക്ഷൻ. ഇവിടെ ഥാർ റോക്സ് ഉണ്ട്. ഥാറല്ല, ഇതൊരു ബൊളേജോ ആണ്, നമുക്കൊക്കെ അറിയായിരിക്കും. ഇവിടെ നമ്മുടെ ഒരു റോയൽ എൻഫീൽഡ് ഉണ്ട്. നമ്മുടെ കവാസാക്കി നിഞ്ച H2 ഉണ്ട്. സോ ഇതാണ് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച വണ്ടി. ഇതാണ്. അല്ല എൻ്റെ മറ്റേ വണ്ടികൾ എന്ത് ചെയ്യുക, ഇവിടെയൊക്കെ വരും. അപ്പം നമുക്കിപ്പോൾ പോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഒരു വില്ലേജ് ഉണ്ടല്ലോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഈ സിറ്റിയിൽ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജ് എനിക്ക് ഇപ്പം തന്നെ പോകണം. അല്ല ഈ പോലീസുകാർ പോയില്ലേ, സ്റ്റാറൊക്കെ പോയല്ലോ, ഇവരെ അങ്ങ് തീർത്തേക്കാം. അല്ലാതെ നമുക്ക് സമാധാനം കിട്ടത്തില്ല. ഇറങ്ങി ഇയാളെന്താടി ഇങ്ങനെ? ഇതെന്തിത്? അയ്യോ നമുക്ക് RPG എടുക്കേണ്ടി വരുമല്ലോടെ. ഇവർ തീർക്കാൻ കുറച്ച് ടൈം പിടിക്കും. ഞാൻ സ്റ്റാറൊക്കെ പോയിട്ടാണ് ഇത് ഇന്നത്, എന്നിട്ടും ഇവർ വന്ന് അത്രയേ ഉള്ളൂ. ഇവർക്ക് പിന്നെ എന്നെ ഭയങ്കര പേടിയാണ്. ഞാൻ ഇവിടുത്തെ മെയിൻ ആളാണല്ലോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമുക്ക് വേഗം വില്ലേജിൽ പോകണം. ടൈമില്ല. വേഗം എന്താണ് ZX10 എടുത്തുകൊണ്ട് നമുക്ക് വേഗം പോവാം ഫ്രണ്ട്സ്. അതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മസ്റ്റായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ റീച്ചൊക്കെ ഇപ്പിച്ചിട്ട് കുറവാണ്. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് മാപ്പിൽ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വില്ലേജിലോട്ട് വിടാം. എൻ്റെ ഈ സാധനത്തിന് ഈ നിഞ്ചയ്ക്ക് വലിയ സ്പീഡില്ല കേട്ടോ. കാരണം ഞാൻ ഇതിൽ നമ്മുടെ നൈട്രജൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വിചാരിച്ചേ, പക്ഷേ എന്തോ ഒരു സാഹചര്യത്തിൽ അത് പറ്റിയില്ല. കുഴപ്പമില്ല. നമ്മൾ ജംഗിളിൻ്റെ അടുത്തെത്തി. ഇവിടെ കണ്ടായിട്ടാണ് നമ്മുടെ മറ്റേ വില്ലേജ്. അന്ന് പറഞ്ഞാൽ ഒരു ഗ്യാങ് മെമ്പേഴ്സ് എൻ്റെ റീസെൻ്റ്ലി മേടിച്ച ഫോർച്യൂണർ സ്റ്റീൽ ചെയ്തു. ഒരു ദിവസം കൂടി ആയിട്ട് അത് മേടിച്ചിട്ട്. ഓക്കെ ഹിയർ വി ഗോ. നമ്മളപ്പോൾ എത്തിയിട്ടുണ്ട്. നമുക്കിനി നേരെ ഓടിച്ചു പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വഴി, നമ്മുടെ വില്ലേജിലോട്ടുള്ള. ഈ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനായിട്ടുള്ള ആൾക്കാരാണ് ഗൈസ്. ഇച്ചിരി ഗുണ്ടായിസാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്തോ കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ വില്ലേജാണ്. എന്തോന്ന് പറഞ്ഞൂടാ. ഇവിടെ പിന്നെ ആൾക്കാരില്ല, എല്ലാവരും ട്രിപ്പിന് പോയേക്കും. ഇവരുടെ ഈ കാശൊക്കെ കുറവുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവർക്കും ഇപ്പോൾ ഇവിടെയുള്ള ഗ്യാങ്ങിൻ്റെ പേര് റെഡ് ഗ്യാങ് എന്ന്. അവരാണ് എൻ്റെ പോർഷയൊക്കെ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോയത്. അല്ല ഇവിടെ ഇപ്പോൾ എവിടെ എൻ്റെ പോർഷയല്ല കേട്ടോ. ഞാൻ പണ്ട് പോർഷ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫോർച്യൂണറായിരുന്നു. എൻ്റെ ഫോർച്യൂണർ എവിടെ ഈ ഷെഡിലുണ്ടോയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കി നോക്കാവേ ഗൈസ്. ഇത് നോക്കിയേ, ഈ വില്ലേജിലുള്ള ആൾക്കാരെ ഒരു ഗ്യാങ് ആയിട്ടാണ്. നമ്മൾ ഇവിടെ വന്നാൽ തന്നെ നമുക്ക് സ്റ്റാർ ഒന്നും വരത്തില്ലെങ്കിൽ റെഡ് ഗ്യാങ് നമ്മളെ പിടിക്കാൻ പറ്റും. ഇവിടെ പുല്ലൊക്കെ നിൽക്കുന്നു. ഇത് എന്തോന്ന് അറിഞ്ഞൂടാ. അയ്യോ ഗൈസ്, ഇതാണ് ദാണ്ടെ ഫോർച്യൂണത്. എൻ്റെ പൊന്നി, ഇതെന്താ ഗോൾഡൻ നമ്മുടെ ഥാർ റോക്സ് അല്ലേ? എൻ്റെ ഥാർ റോക്സ് ഉണ്ട്. നമ്മുടെ ഫോർച്യൂൺ വെച്ചിട്ട് അഴുക്കൊക്കെ ആയിരിക്കുന്നത് വെള്ളയാണ്. ദാണ്ടെ നോർമൽ ഥാർ റോക്ക്. എൻ്റെ പൊന്നു ഈ പോർഷയൊക്കെ നമുക്ക് എടുത്താലോ? ഞാനൊന്ന് കയറി ഒന്ന് നോക്കട്ടെ. നമുക്ക് 2 ഫോട്ടോയൊക്കെ എടുക്കുക നോക്കാം. ഇൻറ്റീരിയറൊക്കെ നോക്കി ഏതാ ലെവലല്ലേ ഫ്രണ്ട്സ്. എനിക്ക് പോർഷ ഓടിക്കാനുള്ള ഭാഗ്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവർക്കിട്ടൊരു പണി കൊടുക്കാൻ പോകും. എൻ്റെ കാർ മോഷിച്ചവർക്ക് നമുക്ക് സുഗണനെ വിളിക്കാം. സോറി, നമ്മുടെ ഷാജിയെ വിളിക്കാം. എടാ ഷാജി, ഇത് ഞാനാ, നമ്മുടെ രാജുടാ. പറയടാ, എന്താടാ സുഖമല്ലേ? ഞാൻ എൻ്റെ മറ്റേ റെഡ് ഗ്യാങ്ങിൻ്റെ അടുത്ത് എൻ്റെ ഫോർച്യൂണർ മോഷ്ടിച്ചന്മാരുടെ അടുത്ത് വന്നായിരുന്നു. എൻ്റെ ഫോർച്യൂണർ മോഷ്ടിച്ചന്മാരുടെ ഫോർച്യൂണർ മാത്രമല്ല, ഗോൾഡൻ ഥാർ റോക്സ്, പോർഷെ അതൊക്കെയാണ്. അപ്പം നീ ഒരു കാര്യം ചെയ്യും. നിൻ്റെ അടുത്ത് നിനക്ക് ഞാൻ $100 തരാം, $1000 തരാം. നീ വന്ന് എൻ്റെ കവാസാക്കി, ഞാനിവിടെ കവാസാക്കിയിലാണ് വന്നത്. അത് നീ ഒരു ട്രക്കി കയറ്റി ഇവിടെയുള്ള ഗോൾഡൻ ഥാർ റോക്സ്, ഇവിടുത്തെ പോർഷയും കൂടി കയറ്റിയിട്ട് എൻ്റെ വീട്ടിലോട്ട് എക്സ്പോർട്ട് ചെയ്യും. ഓക്കേടാ, ശരി, നീ പോയിക്കോ സുഖമായിട്ട്. ഓക്കെ എന്നാൽ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ,
നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിതെടുത്തോണ്ട് എൻ്റെ വീട്ടിൽ പോവും. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ ഷാജി ഇതെല്ലാം അവൻ്റെ വണ്ടി കയറ്റും. എൻ്റെ സ്വന്തം ഈ സംഭവം കവാസാക്കി അവൻ കയറ്റും. ഇതിൻ്റെ സ്പീഡ് കൊള്ളാം, പക്ഷേ ഇതിൻ്റെ കളർ വലിയ പിടുത്തമില്ല, വലിയ രസമില്ല. അപ്പം നമുക്ക് പോയി അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ. അല്ല ഇവിടെ ഭയങ്കര ഇടിച്ചിടിച്ച് എങ്ങനെയാണ് എത്തിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ ഗായ്സ്, ഹിയർ വി ഗോ. അപ്പോൾ നമ്മൾ സിറ്റി സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇടിച്ചാൽ പിന്നെ പണിയാണ്, പോലീസ് വരും, അത് വരും, ഇത് വരും. അപ്പോൾ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല, വല്ലാത്ത കളർ ഈ വൈറ്റ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഇടയിലാണ് ഈ ഫോർച്യൂണർ മേടിച്ച കാര്യം അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് മേടിച്ചത്. ഇപ്പോൾ അയാൾ ഡിഫൻഡറും മേടിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സിറ്റിയിൽ ഇത് ഡിഫൻഡർ ലോഞ്ച് ആയില്ല. പുതിയ അപ്ഡേറ്റ് വല്ലതും ലോഞ്ച് ആകുമ്പോൾ നമ്മൾ മേടിക്കാം. അയ്യോ നോക്കി വണ്ടി ഓടിക്കണോ. അയ്യോ ഇതാ ഇവിടെ ഫാർമതൊക്കെ വരുന്നു. ഇത് നമ്മുടെ ഫോർച്യൂണറല്ലേ, കൊള്ളൻ. അയ്യോ ഗൈസ്, ആ റെഡ് ഗ്യാങ്ങിൻ്റെ ആളാണ്. അവരൊക്കെ ഫാർമേഴ്സാണ്, പക്ഷെ ഭയങ്കര സീൻ പിടിച്ച ഫാർമേഴ്സാണ്. എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ജാക്കിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് പോകും. ഗൈസ്, നിങ്ങൾക്ക് പിന്നെ അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു, എൻ്റെ ചേട്ടനാണ് ജാക്ക്, ഞാൻ രാജു. ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ മറ്റേ ജാക്കാണ്. എൻ്റെ ചേട്ടനാണ് ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ്റെ കൂട്ടുകാരൻ. പക്ഷേ അവൻ എന്നെയായിട്ട് പിന്നെ കൂട്ടായതാണ്. എൻ്റെ പേര് പിന്നെ രാജു എന്നാണ്. അപ്പോൾ ഞാൻ ഈ ഫോർച്യൂണർ എടുത്തുകൊണ്ട് പോവാണ്. ഇവിടെ പിന്നെ മറ്റേ ഗ്രാനി അമ്മാമ്മയുടെ വീടൊക്കെ ഉണ്ട്. പിന്നെ ഗ്രാനിയായിട്ട് നമ്മൾ ഇന്ത്യൻസ് എസ്കേപ്പ് ഒക്കെ നടത്തിയാണ്. അയ്യോ ഭാഗ്യത്തിന് ഇടിച്ചില്ല. ഇപ്പോൾ പോലീസ് വന്നേനെ. പോലീസ് വന്നില്ലേ? അതെന്തായിരുന്നടേ, ഞാൻ ഇനി എല്ലാവരും ഇടിച്ചിടാം, അപ്പോൾ പോലീസ് വരത്തില്ലല്ലോ. ഓക്കെ ഗൈസ്, ഹിയർ വി ഗോ. അപ്പോൾ നമ്മൾ എത്താതായി. ഇവിടെ കണ്ടാണ് ജോണിയുടെ വർക്ക്ഷോപ്പ്. അയ്യോ ഇടിച്ച് പൊളിച്ചല്ലോടെ. സോറി, ജോണിയല്ല, ജാക്ക്. യെസ് ഇതാണ്. അയ്യോ ബ്രേക്കോടെ വേണം. ഇവിടെ പിന്നെ ഫ്രീ ആണ് കേട്ടോ. അവൻ എൻ്റെ ബെസ്റ്റ് സുഹൃത്തായതുകൊണ്ട് ഫ്രീ ആണ്. നമുക്കപ്പോൾ ഇങ്ങോട്ടങ്ങ് കയറ്റാം. യെസ്. അപ്പോൾ നമ്മുടെ അപ്ഗ്രേഡ്സ് തുടങ്ങുന്ന ടൈം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ബോഡി കളർ. എൻ്റെ പൊന്നോ, ഡിഫോൾട്ട് വൈറ്റ് അല്ലേ ഇത് വല്ലാത്ത കളറ്. നമുക്കപ്പോൾ ബ്ലാക്കിലോട്ട് ചേഞ്ച് ചെയ്യാം. ഗ്ലാസ് കളർ ബ്ലാക്ക് കിടക്കട്ടെ, ഒരു ഗാങ്സ്റ്റർ ലുക്ക് വരട്ടെ ഫ്രണ്ട്സ്. ഹോൺ പിന്നെ ഡിഫോൾട്ട് മതിയോ? ഹോൺ ഇത് കിടക്കണോ? ഇത് കിടക്കട്ടെ അല്ലേ, ഇത് കിടക്കട്ടെ. ഡിഫോൾട്ട് മതി ഫ്രണ്ട്സ്, ഡിഫോൾട്ടാണ് നല്ലത്. വീൽ സൈസ് എന്താ ഇത്? എല്ലാം വീലും നല്ലതാണല്ലോ. നല്ലൊരു ഗാങ്സ്റ്റർ ലുക്ക് വരണമെങ്കിൽ ഇത് ഒരു പടം ഒട്ടിച്ച് വെച്ചതുപോലെ തോന്നുന്നു. എന്തുവാടേ, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട്, അതാണ് പ്രശ്നം. ഇത് കൊള്ളാം അല്ലേ, ഇതിടാം അല്ലേ? ഏതാ? ഇത് നല്ല സൈസ് ഉണ്ട്, നല്ല രസമുണ്ട് ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. റിം കളർ റെഡായ നല്ല രസം. ബ്ലാക്ക് വേണ്ട, റെഡ് എടുക്കാം. സൂപ്പർ ഒരു കിടുക്കാച്ചി ലുക്കുണ്ട്. സസ്പെൻഷൻ ഇച്ചിരി കൂട്ടാം. ഇത്രയും മതി തോന്നുന്നു, വലുതായിട്ട് കൂട്ടണ്ട. വീൽ സൈസ് ഇച്ചിരി കൂട്ടാം. ഇത്രയും മതി. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക് നമ്മുടെ സ്പോർട്സ് കൊടുക്കാം അല്ലേ? സോ ഗൈസ്, നമ്മൾ അങ്ങനെ വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് എന്തിയടേ? അയ്യോ ബ്രേക്കിന് കുഴപ്പമില്ല. ഇച്ചിരി ബ്രേക്കിന് ഇച്ചിരി ഇത് തോന്നി. നമുക്കിനി വീട്ടിൽ പോകണ്ടേ? നമുക്കിനി വീട്ടിൽ പോയിട്ട് ഈ വണ്ടി പാർക്ക് ചെയ്തത് നമ്മുടെ ടോമിക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം, നമ്മുടെ പട്ടിക്ക്. ഇതിന് പിന്നെ നൈറ്ററും ഉണ്ട് കേട്ടോ. ഞാൻ നൈറ്റർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാ. ഇൻ്റെ പൊന്ന്, ഇത്രയും സ്പീഡായെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കുഴപ്പമില്ല, ഇനി നമുക്ക് വീട്ടിൽ പോവാവേ. അതിനു മുമ്പേ നിങ്ങൾക്ക് ഈ വണ്ടി, ഈ ഫോർച്യൂണർ ഡാർക്ക് സീൻ ഫോർച്യൂണർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പം തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്ത് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് റീച്ച് കുറവാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ നമ്മുടെ ലുക്കുള്ള പട്ടിയെ, അല്ല നമ്മുടെ വണ്ടി കണ്ടോ? എടാ പട്ടി നോക്കടാ, നോക്ക്. എടാ ടോമി എഴുതിക്ക് അവിടെ ഇരിക്കാതെ. നീ എനിക്ക് വേണ്ടി വല്ലതും എന്തെങ്കിലും മേടിച്ചോണ്ട് വന്നൂടാ. എന്താ മേടിക്കാൻ? എൻ്റെ എല്ലും കഷ്ണമൊക്കെ തീർന്നടാ, എന്തെങ്കിലും മേടിക്കുന്നതാടാ. ആ GTF ഫ്രാങ്ക്ലിൻ്റെ പട്ടിയില്ലേ ചോപ്പ്, അതെല്ലാം ദിവസവും ചിക്കനും മട്ടനും തിന്നുന്നു. എനിക്ക് എന്തെങ്കിലും മേടിച്ചു വേടാ. നോക്ക്, ഞാൻ പുതിയതായിട്ട് മേടിച്ച ഫോർച്യൂണർ. നമ്മൾ തെട്ടതേ വേദ ഫോർച്യൂണർ. കൊള്ളാലോടാ, സൂപ്പർ, നല്ല ഗാങ്സ്റ്റർ ലുക്കുണ്ട്. നീ ആ ടയറിൽ നിന്ന് മാറ്റി എൻ്റെ പുറകെ വാ. ഓക്കെ, നമ്മളിപ്പോൾ ഗരാജിലോട്ട് കയറ്റുകയാണ്. അയ്യോ എൻ്റെ പൊന്നോ, ഇത് ഇച്ചിരി കുറേ ഡോറുള്ള ഗരാജിൻ്റെ പ്രശ്നം അത്. എടാ ടോമി സൂക്ഷിക്കണേ. ശരി ഒന്നു, നമ്മളിത് എവിടെ പാർക്ക് ചെയ്യൂടെ? എടാ ടോമി മുമ്പിൽ നിന്ന് മാറടാ. നെല്ല് മാറുമല്ലേ, മാറുമോ? അയ്യോ എൻ്റെ തലമണ്ടേ. അയ്യോ ഇവനെ കൊണ്ട് തോറ്റി. ഇവിടെ ഞാൻ പൊട്ടനാണ് ഗൈസ്, പൊട്ടൻ. ഞാൻ പൊട്ടനൊന്നുമല്ല, ഇവിടുത്തെ ഗാങ്സ്റ്ററിൻ്റെ പട്ടിയാണ് ഞാൻ നല്ല ബുദ്ധിയുള്ളവനാ. ബുദ്ധിയെങ്കിലും ആവട്ടെ, നമുക്ക് പാർക്ക് ചെയ്യാം ഇത്.
ഓക്കെ ഗൈസ് ഹിയർ വി ഗോ. എടാ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഗാർഡ് ചെയ്യാൻ, നീ ഗാർഡ് ചെയ്യത്തില്ലല്ലേ? അയ്യോ എന്തെങ്കിലും ഓട്ടെ, അവനെ കുറച്ച് കുഴിയിട്ട് വെച്ച്. എടാ വാടാ വാടാ വാടാ, ഇവിടാണ് നീ ഗാർഡ് ചെയ്യേണ്ടുള്ള സ്ഥലം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാടാ പട്ടി. ഇവിടെ ഈച്ചയും കൂടി ഏഴി ഇങ്ങോട്ട് തിരി. അയ്യോ ഇവിടെ ഇനി ഇവിടെ ഇവിടാണ് നിൻ്റെ ഗാർഡിങ് പ്ലേസ്. എന്തെങ്കിലും കള്ളന്മാർ ഇനി ഇതെടുക്കാൻ വന്നാൽ നീയാണ് ഡോബർമാനെ കടിച്ച് കയറിക്കണം അല്ലേ? ഇരിക്കടാ, നീ അത് എഴിക്കാൻ പറഞ്ഞേ. അയ്യോ ഇരിക്കടാ. ശരി, ഇവിടെ കിടന്നുള്ള അഭ്യാസമൊന്നും കാണിക്കണ്ട. നീ മര്യാദയ്ക്ക് ഇതേപോലെ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ കിടന്നാം. ശരി എന്നാൽ ഞാനപ്പോൾ ഉള്ളിൽ പോവാണ്. ഇനി നമുക്ക് വേഗം മേളിൽ പോകണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ച് സെറ്റപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് കുക്ക്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് ഇതൊന്ന് അയച്ചു കൊടുക്കുക ഫ്രണ്ട്സ്. ഇഷ്ടപ്പെട്ട ഒന്ന് എന്തായാലും അയച്ചു കൊടുക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ടോമിക്കുട്ടനെ അവിടെ കിടത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതേപോലത്തെ കണ്ടൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ കണ്ടൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.